മിണ്ടല്ലോ, ഒരു മിനിറ്റ്, നീ ഒരു 5 മിനിറ്റൊക്കെ മിണ്ടല്ലേ. സൗണ്ട് നിങ്ങൾ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കനേഡിയൻ്റെ പാനലാണ്. എർത്തിങ്, അതായത് പാനലർത്ത് നമ്മൾ നേരെ കൊണ്ടുവന്ന് നേരെ ഇവിടുന്ന് താഴെ അടിച്ചാണ്ട് ഇവിടെയൊക്കെ പുള്ളിക്കാരൻ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കായംകുളത്തെ അമ്പലപ്പാട്ട്, അതായത് ഗോവിന്ദമുട്ടം ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കസ്റ്റമർ, പേര് സുജിത്ത് എന്നാണ്. അപ്പോൾ ഈ ഏരിയ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിലെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് ശേഷം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3.6-ൻ്റെ ഒരു ഓൺഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റിനിങ് അറസ്റ്ററൊക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അതുപോലെ തൊട്ട് ബാക്ക് സൈഡിൽ കായംകുളം കായലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇവിടെ വെച്ചിരിക്കുന്ന പാനൽസും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ. ഓക്കെ, കമോൺ ഫ്രണ്ട്സ്. അപ്പം പാലിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അടുക്കള ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ ആ വെയിൽ ഒരു ഷീറ്റ് പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യും പാനൽ. പിന്നെ പാനൽ നമ്മൾ ഇങ്ങോട്ട് നീട്ടിയാണ് വെച്ചിരിക്കുന്നത്. പാനലിൻ്റെ സ്റ്റക്കൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്കല്ല ഏണിയൊക്കെ വെച്ചാണ് ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെയാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം കനേഡിയൻ്റെ നമ്മൾ 8 പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുക്കളയുടെ പോർഷൻ. ഇവിടെ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ പാനൽ ഇവിടെ നമ്മൾ ചെയ്ത കാരണം നമുക്ക് ഇവിടുത്തെ വെയിൽ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഹൈറ്റ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത്രയും ഹൈറ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ പാനലും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. അതേപോലെ പറയുകയാണെങ്കിൽ ഈ കാണുന്ന വെച്ചാൽ നമ്മുടെ കായംകുളം കായലാണ് കേട്ടോ. ഇത് കായംകുളം കായലാണ്. പിന്നെ അതേപോലെ നമ്മുടെ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നതല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ഓൾറെഡി ഷീറ്റാണ്. അപ്പം ഇവിടെ ഒരു മാവും കാര്യങ്ങളൊക്കെ നേരത്തെ ഇപ്പോൾ ഉണ്ടായിരുന്നു, അതൊക്കെ കോതിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കസ്റ്റമർ, പേര് സുജിത്ത് എന്നാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കസ്റ്റമറോട് നേരിട്ട് ചോദിക്കാം ഈ ഒരു സിസ്റ്റം വെച്ചതിന് ശേഷം ഇവിടെ എന്തൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടി, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ചേട്ടാ, അപ്പം ഈ ഒരു സിസ്റ്റം ചെയ്തതിന് ശേഷം ഇവിടുത്തെ കൺസപ്ഷനും അതേപോലെ നിങ്ങൾക്ക് ഇത് മുതലാവുന്നുണ്ടോ? ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഇതിനകത്ത് മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ടുണ്ടോ? പിന്നെ ഇവിടെ ചേട്ടൻ എന്തൊക്കെ ഇഷ്യൂസാണ് ഇവിടെ ഫേസ് ചെയ്യുന്നത്, അതെല്ലാം ഒന്ന് പറഞ്ഞു. ആക്ച്വലി നമുക്കിവിടെ കൺസംഷൻ വരുന്ന ഏകദേശം 10 യൂണിറ്റ് അടുത്ത് കൺസംഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളിത് വെച്ചതിന് ശേഷം നമ്മുടെ പ്രൊഡക്ഷൻ 10 യൂണിറ്റ് ഉള്ളായിരുന്നു. പക്ഷേ ഇതിൽ മാവ് നിന്ന കാരണമായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 യൂണിറ്റ് നമുക്ക് അധികം കിട്ടി. 15 യൂണിറ്റ്, ഇപ്പോൾ ഏകദേശം 15-16 യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്കിവിടെ വെയിലും അതുപോലെ തന്നെ ഭയങ്കര കമ്മിയാണ്. ഏകദേശം 10 മണി തൊട്ട് 3 മണി വരെ നല്ല വെയിൽ കിട്ടത്തുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമുക്കിപ്പം 15 യൂണിറ്റ് കിട്ടുന്നുണ്ട്. ഏകദേശം നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ അതിന് മേളിൽ പോയി 20 യൂണിറ്റിന് മേളിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയാണ്. പിന്നെ അരുണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്നാണ് അരുണിനെ പറ്റി അറിയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ പല വീഡിയോകളും ഞാൻ ഇതുപോലെ ഇൻസ്റ്റാളർമാരുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് അരുണിൻ്റെയാണ്. നമ്മുടെ അടുത്ത് ഇത്രയും ഒരു നല്ലൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് യൂട്യൂബിൽ നിന്നാണ് മനസ്സിലായത്. അങ്ങനെ അരുണിനെ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്ത്, അങ്ങനെ അവൻ ഗൾഫിലായിരുന്നു. അവൻ വന്നിട്ട് അരുണിനെ കോൺടാക്ട് ചെയ്തപ്പം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പഠിച്ചവരാ. അങ്ങനെ അരുണ് അവിടെ ചെയ്തു ഉടനെ തന്നെ നമ്മൾ ഇവിടെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെയും ചെയ്തു. നല്ല രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതിൻ്റെ വയറിങ്, എർത്തിങ് എല്ലാം വളരെ പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഞാനും ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം. എർത്തിങ്ങൊക്കെ വളരെ നല്ല രീതിയിലാണ് എർത്തിങ്ങൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാനായിട്ടങ്ങ് പറയാം, പുള്ളിയായിട്ട് പറയത്തില്ല. പുള്ളി ആക്ച്വലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ഒരു കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ അടുക്ക് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഇതാണ്. കാരണം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന അടുക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിലൂടെ ഒരു കംഫർട്ടുമാണ്, വർക്ക് ചെയ്യാനൊരു സുഖവും കൂടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കനേഡിയൻ്റെ പാനലാണ്. എർത്തിങ്, അതായത് പാനലർത്ത് നമ്മൾ നേരെ കൊണ്ടുവന്ന് നേരെ ഇവിടുന്ന് താഴെ അടിച്ചാണ്ട് ഇവിടെയൊക്കെ പുള്ളിക്കാരൻ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പൂവൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എർത്ത് ബീറ്റ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഭാഗത്ത് കേട്ടോ. എല്ലാത്തിനും ഫ്രണ്ട്സ്, അപ്പോൾ ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടാണ് നമ്മൾ സാധാരണ ഞാൻ പറയുന്ന പോലെ DC DB
അതായത് സർജ് പ്രൊട്ടക്ഷൻ സിസ്റ്റങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാത്തിനും ഫിറൂൾസും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കും അതായത് പുതിയതായിട്ടൊരു ടെക്നീഷ്യൻ വിത്തൗട്ട് എനി ഡ്രോയിങ്സിൽ തന്നെ എല്ലാം ഫൈൻ ചെയ്യാൻ പറ്റുന്നത്, എല്ലാം ട്രേസബിലിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ACDB ആണ്. ഇതിനകത്ത് സർജ് പ്രൊട്ടക്ടറും എർത്തിങ്ങും ബ്രേക്കറും കാര്യങ്ങളെല്ലാം ഞാൻ സാധാരണ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ എർത്ത് ബെഞ്ച് എന്ന് പറയുന്ന സാധനം ഞാൻ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഗ്ലാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ടാണ് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ ഡക്റ്റ് കവറിനോട് താല്പര്യമില്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രസീവ് പ്രൊട്ടക്ഷൻ ഒരിക്കലും ഇല്ല. ഇതെന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷനാണ്. അതായത് നമ്മുടെ കേബിൾസിന് എക്സ്റ്റേണൽ ഒരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പൈപ്പിങ് എൻ്റെ വർക്കിലെല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ഇതാകുമ്പം വെതർ പ്രൊട്ടക്ഷനാണ്. അതായത് ഡസ്റ്റ് പ്രൂഫും അതേപോലെ വാട്ടർ പ്രൂഫും എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ ഒരിക്കലും കേബിളിന് ഒരിക്കലും ഡാമേജും വരത്തില്ല, ലൈഫ് ലോങ് ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മളെല്ലാം ഫെറൂൾ മാനേജ്മെൻറ്റ് എല്ലാം സാധാരണ നമ്മുടെ വർക്ക് ചെയ്യുന്ന പോലെ എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇൻവെർട്ടറിൻ്റെ ഓവറോൾ സ്ട്രക്ചറിൽ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോഫാർ എന്ന് പറയുന്ന മെഷീനാണ്. സോഫാറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഇൻവെർട്ടേഴ്സും, അത് ഇപ്പം ഹാവൽസ്, ഈവോ, അതേപോലെ വാരി, അതേപോലെ ഡീഫാസ്റ്റ്, ലീഗാർഡ്, ഇങ്ങനെയുള്ള പുതിയ വരുന്ന ബ്രാൻഡുകളെല്ലാം OEM അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് സോഫാറിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ മാസ്റ്ററായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സോഫാറാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ ലുക്ക് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മെഷീൻ എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ സോഫാർ ഒരു സൂപ്പർ മെഷീനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് വൈഫൈ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ പറഞ്ഞ ഇൻവെർട്ടറുമായിട്ട് കോമൺ ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുത്തെ എല്ലാത്തിൻ്റെ പൈപ്പ് മാനേജ്മെൻറ്റിൽ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എക്സ്പോർട്ടാണ്, KSEBയിലോട്ട് പോകുന്ന എക്സ്പോർട്ട് ലൈനാണ്. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AC എർത്താണ്, ഈ കാണുന്നത് DC എർത്താണ്. ഓക്കെ, ഇത് നമ്മൾ നല്ല നീറ്റായിട്ട് കോണ്ടിട്ട് അടിച്ച് നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഒരു എർത്ത് ബിറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് AC എർത്ത് ബിറ്റാണ്. പിന്നെ ഇവിടെ കുറേ ലവ് ബേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. പിന്നെ DC എർത്ത് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട്സ്, പിന്നെ അതേപോലെ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ഇവിടുന്ന് ഇങ്ങനെ അടുത്തേക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ UG കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ ത്രൂ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അണ്ടർഗ്രൗണ്ട് കേബിൾ ത്രൂ ഇവിടുന്ന് നമ്മൾ കോണ്ടിട്ട് അടിച്ച് നേരെ ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ എക്സ്പോർട്ട് മീറ്ററും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഇരിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീട്ടിലെ മെമ്പേഴ്സാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മലയാളി. അമ്മ ഇത് എവിടെ കൊടുക്കും? അമ്മ അവിടെ ഇരിക്കും. അല്ല, ഈ ഇരിക്കുന്ന ഞങ്ങളുടെ മെമ്പറാട്ടോ. ഒരു ഹായ് തന്നെ. അറിയോ തന്നെ? എന്നെ അറിയോ? ആരാ? ഫ്രണ്ട്സ്, അങ്ങനെ ഈ UG കേബിൾ നമ്മൾ നേരെ ഇതുവഴി കോണ്ടിട്ട് അടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പൈപ്പാണ് അടിച്ചിട്ടേക്കുന്നത്. പൈപ്പിനകത്തൂടെ തന്നെയാണ് UG കേബിൾ സെറ്റാക്കിയേക്കുന്നത്. അതേപോലെ നമ്മൾ നേരെ ഇവിടുന്ന് UG കേബിൾ അടിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീറ്റർ ബോക്സ്. ഈ കാണുന്നതാണ് നമ്മുടെ മീറ്റർ ബോക്സ്. ഈ മീറ്റർ ബോക്സ് നിങ്ങൾക്ക് ആകെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ കേബിൾ മാനേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നല്ല ഫ്ലെക്സിബിൾ കോണ്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ KSEBയുടെ മാനുവൽ ഹാൻഡിലിംഗ് സ്വിച്ചാണ്. ഇത് മാൻഡേറ്ററി ആണ് കേട്ടോ. ഇവിടെ ഐസൊലേറ്ററോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ ഈ കാണുന്ന മെയിൻ സ്വിച്ചിന് നമ്മൾ 10-ൻ്റെ കോപ്പറൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് എർത്തിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എർത്തിങ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ എർത്തിങ് ഞാൻ ഇവിടുന്ന് സെപ്പറേറ്റ് അടിച്ച് നേരെ താഴെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു എർത്ത് ബിറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു സെപ്പറേറ്റ് എർത്ത് ബിറ്റാണ്. കാരണം ഇത് UG കേബിൾ അടിക്കുന്ന കാരണമാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ അതേപോലെ ഈ സിസ്റ്റം നമ്മൾ വെച്ചതിന് ശേഷം ഇവിടെ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 345 യൂണിറ്റ് ജനറേഷൻ ഇത് വെച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി പ്രൊഡക്ഷൻ ഏകദേശം 2.6 കിലോവാട്ട് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നെറ്റ് മീറ്ററിങ് സിസ്റ്റത്തിലോട്ട് പോകാം. ഇവിടാണ് നെറ്റ് മീറ്ററും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് XST മീറ്റർ ബോക്സ്. ഇവിടാണ് നമ്മളിപ്പോൾ നെറ്റ് മീറ്റർ സ്ഥാപിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷമുള്ള എത്ര ഇമ്പോർട്ടായി, എത്ര എക്സ്പോർട്ടായി കൊടുത്തു, അതേപോലെ എത്ര നമ്മൾ ഇപ്പോൾ കസ്റ്റമർ ഗെയിൻ ചെയ്തെന്നുള്ള വാല്യൂസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം 58.5 യൂണിറ്റ് നെറ്റുണ്ട്. അതേപോലെ ഇമ്പോർട്ട്, അതായത് ഇവിടെ പിന്നെ KSEBയിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ഉപയോഗിച്ചത് 160 യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 219 യൂണിറ്റ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഉപയോഗം കൂടുതലാണ് കേട്ടോ. എന്നാൽ തന്നെ ഇവിടുത്തെ കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോ വാട്ടിൻ്റെ റിക്വയർമെൻറ്റ് ഇവിടെ ഉണ്ട്. എന്നാൽ തന്നെ നമ്മൾ 3 കിലോ വാട്ടിൽ തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കോംബോ രീതിയിൽ നമ്മൾ എന്ത് പറയണ്ടേ, ഒരു കോമ്പിനേഷൻ രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ മറ്റൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടെയാണ് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയേക്കുന്നത്. അപ്പം ഇവിടെ പാനൽ വരുമ്പം ഇവിടെ ഇത് കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ കിച്ചൺ ഏരിയയിലൊരു ഷെയ്ഡ് പോലത്തെ സെറ്റപ്പും വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാനൽസ് മൊത്തം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൈമർ കഴിഞ്ഞു, ഇപ്പോൾ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ ഇൻവെർട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാനിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ DCDB ബോക്സ്, ഇത് നമ്മുടെ ഇൻവെർട്ടർ, അതേപോലെ ACDB ബോക്സ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ